ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അനിയ പോയില്ല. എൻ്റെ അവൻ ആനയുണ്ട്, പക്ഷെ അവൾ പഠിക്കുവാണ്. അവളെ അമ്മ വിടത്തില്ല, അമ്മ എന്നെ അടിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ മൽക്കോട്ടദേവ ഇറങ്ങി കേട്ടാ. മൽക്കോട്ടദേവ ഇഷ്ടം പോലെ ഇപ്പുണ്ട്. പിന്നെ നമ്മുടെ ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണം. നല്ല വിലയ്ക്കൊന്നുമല്ല, ചിലപ്പോൾ 200 രൂപയ്ക്കൊക്കെ ഇവിടെ വരുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് കിട്ടും. നിങ്ങളുടെ ഓൺലൈനൊക്കെ അഴിച്ചാൽ ഞാനാണെങ്കിൽ സെറ്റിൽ ചെയ്ത് നിങ്ങൾ ഏത് വിദേശത്തുണ്ടെങ്കിലും ഞാൻ അയച്ചുതരാം കേട്ടോ. സ്റ്റാമ്പിനകത്തൊക്കെ ഞാൻ അയച്ചു തരും. പിന്നെ നിങ്ങളുടെ മേൽവിലാസമൊക്കെ വിദേശത്തുള്ള കൊടുത്തേക്കണം. പിന്നെ ഞാൻ ഇങ്ങനെ അയച്ചു തരുന്നത് കമൻറ്റിലെങ്കിലും ഒന്ന് കൊടുത്തേക്കണം. എൻ്റെ നമ്പർ ഞാൻ നേരത്തുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ട്. 9947568780 അല്ലെങ്കിൽ 8281240594. ഈ ലാസ്റ്റ് കിടക്കുന്ന നമ്പറിൽ വിളിച്ചാൽ പെട്ടെന്ന് കിട്ടും. പക്ഷേ ഫസ്റ്റ് കിടക്കുന്ന നമ്പറിൽ വിളിച്ചാൽ ചിലപ്പോഴാണെങ്കിൽ കിട്ടും. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അച്ഛൻ്റെ നമ്പരും ലാസ്റ്റ് കിടക്കുന്ന എൻ്റെ അമ്മയുടെ നമ്പരും കേട്ടോ. എൻ്റെ നമ്പർ ഞാൻ ആർക്കും കൊടുക്കാറില്ല. അതാണ് എൻ്റെ രൂപം. ചിക്ക് അമ്മ ഹോം ഡ്യൂട്ടി ആണെങ്കിൽ എപ്പോഴും അമ്മ പുറത്തൊക്കെ പോകാറുണ്ട്. നല്ല മനി ഫോൺ അമ്മ വീട്ടിൽ വെച്ചിട്ടായിരിക്കും പോണേ. അപ്പോൾ നമുക്ക് ഏത് മെസ്സേജ് നമുക്ക് എത്തിക്കാം ഗേസ്. അപ്പം അതിനകത്ത് നിങ്ങളുടെ ലൊക്കേഷൻ ഒന്ന് അയച്ചു തന്നാൽ ഞാൻ ഈ പറഞ്ഞ നമ്പറിനകത്ത് ഉറപ്പായിട്ട് അയച്ചു തരണമെങ്കിൽ താഴെ ഞാൻ ക്യാപ്ഷനിൽ കൊടുത്തേക്കാം. ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്ക് 1K ലൈക്കാകുമ്പോൾ ഒരുപാടേക്ക് വകയുണ്ടായിരിക്കും. ഇപ്പം ഗ്രാൻഡ് ഫാദറിനും ഗ്രാൻഡ് മദറിനും, അതായത് ഓൾഡായിട്ടുള്ള ഷുഗറിൻ്റെ കായാണ് കേട്ടോ ഇത്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്നാൽ ഞാൻ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരാം. അല്ലാതെ തന്നെ ഞാൻ പറയാം. ഈ മൽക്കോട്ടദേവ ഈ മൽക്കോട്ടദേവ നമുക്ക് പൂളി എടുക്കണം. ഇങ്ങനെ സൈസ് പൂളി ഇങ്ങനെ ഒരു മാങ്ങയുടെ പുറകോട്ട് കയറിയിട്ട് ഉള്ളി അരിയുന്ന പോലെ ആയിരിക്കും. എങ്ങനെയാ പക്ഷെ ഇങ്ങനെ അരിഞ്ഞിട്ട് ഇങ്ങനെ അരിയല്ലേ, അങ്ങനെയല്ല, ഇങ്ങനെ അരിയണം. ഇങ്ങനെ പൂളായി ഇങ്ങനെ പക്ഷെ ഇങ്ങനെ അരിയല്ലേ, ഇങ്ങനെ ആക്കിയിട്ട് വീണ്ടും ഇങ്ങനെ അരിയില്ലേ, ഇങ്ങനെ പൂളാക്കിയിട്ട് ഒറ്റ അത്ര മതി കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തിട്ട് നമുക്ക് വെയിലത്തുണ്ട് ഉണക്കണം. അത് കഴിഞ്ഞിട്ട് വെയിലത്തുണ്ട് ഉണക്കിയിട്ട് നമുക്ക് ഒരു അല്ലി നമ്മുടെ കിടപ്പിക്കുന്ന വെള്ളത്തിൽ ഇട്ട് കുടിക്കണം. ഒരു കുഴപ്പമില്ല. ഇത് ചിലവരൊക്കെ വിഷമാണെന്നാണ് പറയുന്നത്, പക്ഷേ ഇത് വേറെ അത് വേറെ. അതിന് ഭയങ്കര വിഷം, മുടിക്കുന്ന വിഷം. ചെറിയ വേറെ സാധനം. അത് മുടിഞ്ഞ വിഷം എന്ന് പറഞ്ഞാൽ നമ്മളതൊരു വിഷം തിന്നാൽ നമുക്ക് ഫാമിക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചിരിക്കത്തുള്ളൂ. ഇത് പക്ഷേ വേറെ, ഇതതില്ല. ഞാൻ എന്നും കുടിക്കുന്ന കേട്ടോ വെള്ളം. അതുകൊണ്ടായിട്ട് ഞാൻ പറയുന്നത് ഷുഗർ ഉള്ളവർക്ക് മാത്രമല്ല, കുട്ടികൾക്കും എല്ലാവർക്കും ഇത് അനുയോജ്യമാണ്. ചിക്ക് വേണ്ട ഗൈസ്. തോർത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ മൽക്കോട്ടദേവ. ഈ മരത്തിലും ഉണ്ട് കേട്ടോ. നമ്മുടെ അനേക്കത് നമ്മൾ വെക്കേഷൻ വീഡിയോ ഉണ്ടാവും. ശ്രേയ, ലച്ചു അവരൊക്കെ ഉണ്ടാവും. പിന്നെ ആനയെ ഉണ്ടാവും. ചിലപ്പോൾ എൻ്റെ കുറച്ച് കസിൻസൊക്കെ ഉണ്ടാവുന്നേ. നിങ്ങൾ ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ ഇഷ്ടം പോലെ മേടിച്ച് തരാമെന്നെങ്കിൽ സത്യമാണ് ഈ പറയുന്നത്. ഇതൊക്കെ പഞ്ഞലായി പോയാൽ പിന്നെ എത്ര ലക്ഷം രൂപയാണെന്നറിയാമോ എനിക്ക്? അറിയാമോ? നിങ്ങൾക്ക് ലക്ഷം ഒന്നും തരണ്ട, വേറെ ഒരു 200 രൂപയെങ്കിലും പിച്ചക്കാസ് എന്നിട്ട് പോയാൽ മൊത്തം ഗൈസ്. 1000 രൂപ ഒന്ന് കൈ കൊണ്ടുവന്ന് നോക്കൂ. ഈ മരം ഫുള്ള് ഞാൻ എടുത്ത് എന്നല്ല, ഞാൻ ഈ മരത്തിലെ എല്ലാ കായ്കളും ഞാൻ പിച്ചതാണ്ട് ഇത്രയും ഞാൻ എടുത്ത് തരും. അതുമാത്രമല്ല, ഓടി വരുക വെറും ഒരു 500 രൂപ ഉണ്ടോയെന്ന് ഇത്രയും വരെ ഞാൻ കൊണ്ടുവരാം. കണ്ട ഇത്രയും വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുക. അപ്പം മഞ്ഞളാകത്തില്ല. ഇത് പറിച്ചോണ്ട് വേണ്ട ഗൈസ്. ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇതുകൊണ്ട് ഒരു കവറോട് എന്തായാലും ഞാൻ കാണില്ല. ഒരു കവറോടുണ്ട്. അത് അച്ഛനാരും എടുത്ത് കൊടുത്തെന്ന് തോന്നുന്നു. ഒരാൾ വന്നായിരുന്നു ഗിവ് അവേ എന്തോ ഗ്രാൻഡ് ഫാദർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഒരു വിദേശക്കാരനായിരുന്നു, രാഹുലോ അങ്ങനെ എന്തോ ആരോ ഒന്നായിരുന്നു. നമ്മുടെ മൽക്കോട്ടദേവ പറമ്പ് ഉണ്ടായിരിക്കും. പറമ്പ് മാത്രമല്ല കേട്ടോ, നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ട് ഫുള്ള് ഇതാണ്. ആണ്ടാ ഇങ്ങനെ ഒന്ന് കുത്തി ഇളക്കിയിട്ട് എന്താ വാർത്തേ? ഇതാണ് തന്നെ ഇപ്പം
ഇത് അങ്ങോട്ട് വീഴുന്നുണ്ട് കേട്ടോ, അപ്പുറത്ത് വീട്ടിൽ വീരല്. അതുകൊണ്ട് ഞാൻ അപ്പുറത്തുള്ള എല്ലാം പെട്ടെന്ന് പറിക്കട്ടെ ഗൈസ്. പെട്ടെന്ന് പറിച്ചു. അയ്യോ ഒരു ഉറുമ്പ്. ശരി ഉറുമ്പ് കയറില്ലേ? ഉറുമ്പ് പോയെന്ന് തോന്നുന്നു കേട്ടോ. ഉറുമ്പ് അപ്പത്തിനകത്തൊക്കെ കണ്ട ചടന്നുണ്ട്. ചടനൂറുമ്പ് ഉറുമ്പ് തണുന്നുണ്ട്. ലൈവായിട്ട് കാണിച്ചു തരാം. ഇതൊക്കെയാണ് കേട്ടോ കുസൃതിക്കാരഞ്ഞുറുമ്പ്. അത് കണ്ടിതേണ്ടി നമ്മുടെ മലക്കോട്ടത്തെ കാണിച്ചെന്ന് നിങ്ങൾ പോലും നേരിട്ട് കണ്ട എത്രയോ എണ്ണം കണ്ട എല്ലാ ആവശ്യമുണ്ട് നിങ്ങൾക്ക് ഒന്ന് പറിച്ചോണ്ട് പോകാൻ. ഞാൻ പറയുന്നത് 200 രൂപ ഒരു 300 രൂപ തന്നൂടെ ഗൈസ്. എനിക്ക് ബാങ്ക് മണി കിട്ടാൻ മാത്രമല്ല നിങ്ങൾക്ക് 2K ലൈക്കും 2K സബ്സ്ക്രൈബേഴ്സും കിട്ടും. 2K ലൈക്ക് 2K ലൈക്ക് ഞാൻ അന്നേരം ഇത് കാണിക്കാം. 2K ലൈക്ക് ഓക്കെ 2K ലൈക്ക് ആൻഡ് 2K സബ്സ്ക്രൈബ് 2K ലൈക്ക് ആൻഡ് 2K സബ്സ്ക്രൈബർ തന്നെ കാണിച്ചിട്ടാ ക്ലിയർ ആയിട്ട് വെച്ച്. 2K ലൈക്ക് 2K സബ്സ്ക്രൈബർ ആയാൽ ഒരു ഡീമായുള്ള പകുതി സ്റ്റിക്കറും ഡയറി മിൽക്ക് സിൽക്കും എല്ലാം മേടിച്ചു തരും. ഒന്ന് ലൈക്ക് ചെയ്തുകൂടെ? എൻ്റെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ? ഞാൻ പാവില്ലയോ, എനിക്കൊരു പൈസ ഇട്ടോട്ടെ. ഞാൻ അപ്പോഴത്തേക്കും ഗീവ് അവേ സ്റ്റാർട്ടെടുത്ത ഗീവ് അവേ എന്നാണോ തുടങ്ങുന്നത് 2K ലൈക്ക് കിട്ടുന്നത്. എന്തായാലും എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് എന്തായാലും ഗീവ് അവേ കിട്ടും. എൻ്റെ മോമെന്തെങ്കിലും സമ്മതിക്കും ഗൈസ്. എൻ്റെ സത്യമാണായി പറയുന്നത്. എൻ്റെ അമ്മയാണ് പറഞ്ഞ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി അടുത്തുള്ളവരെല്ലാം തുടങ്ങുന്നു എന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു മല്ലിക്കോട്ടെ ദേവാ അങ്ങനെ അനയുണ്ട് ശ്രേയുണ്ട്. അപ്പം ശ്രേയും അല്ല അനയും അഞ്ചി തുടങ്ങി എല്ലാവരും തുടങ്ങുന്നു. കാരണം എൻ്റെ കസിനാണെങ്കിൽ അവൾ ഇടയ്ക്ക് ഇവിടെ ട്യൂഷന് വരാറുണ്ട്. ഇതൊക്കെ മണ്ടേതൊക്കെയാണ് ഗൈസ് വന്ന് വീഴുന്നത്. എൻ്റെ തലയ്ക്ക് ജസ്റ്റ് മിസ്. ഇത്രയും മുളന്ത് കൊമ്പനാ, പക്ഷെ അവനാടെ ആനക്കൊണ്ടയുടെ കൊമ്പൻ. പിന്നെ പൊന്നെ ഇവനല്ലോ കൊമ്പൻ ഡാൻസ് ചിങ്കിടും. എന്താ ഗൈസ് നമ്മുടെ റോസ ചെടി ഇതുവരെയായിട്ടും വളർന്നിട്ടില്ല. അതിൻ്റെ അച്ഛനന്നത്തെ. പക്ഷെ ഇത് ഞാനല്ല കേട്ടെ. ഈ ജാതി ഞാനാട്ടോ നട്ടെ. ദൈവമാണ് സത്യം. ഈ നാട്ടിൽ ഞാനാട്ടത് കണ്ട. ഞാൻ നാട്ടിൽ എന്തുണ്ടെങ്കിലും എൻ്റെ പൊന്നെ കിടിക്കും. പക്ഷെ അതിനകത്ത് ഉള്ളു ഉറുമ്പായിരിക്കും. എന്തുണ്ടെങ്കിലും പെട്ടെന്ന് നമ്മുടെ മലക്കുടത്തെ വല്ല പറവിൽ ഒന്നുകൂടി ചവിട്ടി രണ്ട് വീണു. ഒന്നുകൂടി ചവിട്ടി വീണു. ഒന്നുകൂടി ചവിട്ടി വീണോ ഇല്ലടേ. ഒരു ശക്തി മേടിച്ചോടാം. രണ്ടു നമ്മ ഒരുമിച്ച് അഫ്ഗാനിസ്ഥാൻ പോലെ. ഓ മൈ ഗോഡ് ഗൈസ്, ഇത്രയും ഒന്നും വേണ്ട. അപ്പുറത്തെ വീട്ടിൽ ഉണ്ട് കണ്ട അപ്പുറത്തെ വീട്ടിൽ വരെയുണ്ട് കണ്ട ഗൈസ്. സബ്സ്ക്രൈബർ എന്തൊക്കെയാ വരുന്നത്? നാനിച്ചോട്ട് ഇനിയൊന്നും വീഴത്തില്ലെന്ന് തോന്നുന്നു. ഇത്രയൊക്കെ വീണിയോ ഇനി വീഴത്തില്ലെന്ന് എന്തോ പറഞ്ഞു. നാലതിപ്പോണ്ട് എന്തോ ചെയ്യാനാ. അതിൻ്റെ കാര്യം തീർന്നു. ഇതിൻ്റെയും
ഇത് നല്ലോണമായി. ഇത് കുറച്ചുകൂടെ ആവാനുണ്ട്. ഇതും കുറച്ചുകൂടെ ആവാനുണ്ട്. ഇതും നല്ല ഉറുമുണ്ട്. സബ്സ്ക്രൈബേഴ്സ് എൻ്റെ കണ്ട ഗൈസ് നിങ്ങൾക്ക് എൻ്റെ സ്നേഹം ഉണ്ടെങ്കിൽ വരണം ഇവിടെ പുനലൂര്. എൻ്റെ ലൊക്കേഷൻ ഞാൻ ബയോയിൽ എന്തായാലും ക്ലിക്ക് ചെയ്തേക്കാം. ഞാൻ നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൊക്കേഷൻ ആഡ് ചെയ്തിട്ടില്ല ഗൈസ്. പിന്നെയല്ലോ എന്നെ ആരും കാണാൻ വരാത്ത. പുനലൂർ ഇളമ്പലിലാണ് കേട്ടോ. ഇവിടെ ലജീഷ് കണ്ടക്ടർ ലജീഷിൻ്റെ വീട് എവിടെയാണ് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പം തന്നെ എല്ലാവരും പറഞ്ഞു തരും കേട്ടോ. പിന്നെ അല്ലെങ്കിൽ പറയണം ടീച്ചർ രേവതി ഇല്ലയോ, അല്ലെങ്കിൽ അച്ഛൻ കോവിലിലെ രേവതി ഇല്ലയോ, അല്ലെങ്കിൽ അശോകൻ മിശ്രിയുടെ മൂത്ത മോൻ്റെ വീട് എവിടെയാണെന്ന് ചോദിക്കണം. അശോകൻ മേശ്ശേരി എന്ന് തന്നെ ചോദിക്കണം കേട്ടോ. എന്തായാലും വിറക്കല്ലേ വരാൻ. ഞാൻ മേൽവിലാസം ചോദിച്ചാൽ പറയണം ഒറ്റേൽവിലയിൽ ഹൗസ് എന്ന്. മനസ്സിലായ ഗൈസ്? കണ്ട ഗൈസ്, കണ്ട മണ്ടയിൽ ഇഷ്ടം പോലെയുണ്ട്. ആനയാണെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ അവള് എങ്ങനെയൊക്കെ ഒരു മലക്കോട്ട ദേവ ഫുള്ളും തീർത്ത് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഗൈസ് അയ്യോ ഞാൻ തളന്നേ. വേണ്ട നോക്ക്, ഇതിനൊക്കെ ഇനി സീസൺ ആവട്ടേ ഉള്ളൂ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട് ഇത് ഒടിക്കാൻ. ഇത് പെട്ടെന്ന് അടിച്ചു. പിന്നെ പാവയ്ക്ക് കഴിഞ്ഞിട്ട് ഒരെണ്ണം മുളച്ചായിരുന്നു. അത് ആനയുടെ വീട്ടിൽ ഞങ്ങൾ കൊടുത്തു വിട്ടു. അത് എൻ്റെ ഇതൊക്കെയായിരുന്നു കേട്ടോ ഗൈസ് അവസ്ഥ. ഓ മൈ ഗാഡ്, ഇതൊക്കെ എവിടെ നിന്ന് വന്നു നോക്ക്. പാമ്പ് ഇതൊക്കെ പറയില്ല. ഇനി അടുത്ത വീഡിയോ. എനിക്ക് ഈ പുല്ല് ഭയങ്കര ഇഷ്ടം. ഗാർഡനിങ് ഡേ ആനിമൽ കോട്ട ഡേ എന്ന് പറയും. എൻ്റെ വീട്ടിൽ ചേരുമ്പം തന്നെ ഇതാണ് കേട്ടോ എൻ്റെ വീട്. മൂർത്താണ് നോക്കി, ഇതാണ് എൻ്റെ വീട്. ഇതാണ് സ്ട്രീറ്റ്. ഇത് മെയിൻ റോഡല്ല, കുറച്ച് എളമ്പലിൽ നിന്ന് കുറച്ച് അകത്തോട്ട് വരണം, തിരുവഴി ആവണം. പിന്നെ കുണ്ടയം ഭാഗത്ത് ഇല്ലേ ഈ വളവ് എത്തപ്പോൾ നോക്കൂ, കണ്ട ഇതാണ് ശരിക്കും നോക്കൂ. ഇവിടെ കാടുണ്ടാവും, മണ്ടയിൽ ഒരു വീടും ഉണ്ടാവും, പണക്കാരുടെ വീട് പോലെ കാണും. അപ്പോൾ ചാച്ച ഗൈസ്.